ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. 20 കോടി രൂപയിലധികം ശേഖരിച്ചിട്ട് 100 വീടുകൾ പിന്നെ മറ്റേ വയനാട്ടിലെ ചൂരൽമലയിൽ നിർമ്മിച്ചു കൊടുക്കാൻ പലരും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും, സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, എൻ്റെ പേപ്പറിൻ്റെ ജോലികൾ പൂർത്തിയായാൽ മതി എന്നൊക്കെ പറഞ്ഞ ആരാന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് ഇവർ ചെയ്യുകയാണ്. സ്ക്രാപ്പ്, ആളുകൾ വേണ്ടാതെ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് 10 കോടിയിലധികം രൂപ ഇവർ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. അപ്പം ആ പാതയിൽ ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനമാണ് DYFI നടത്തുന്നത്. പക്ഷേ DYFI എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, പിൻവാതിൽ നിയമനത്തിനെതിരായിട്ടുള്ള സമരം നടത്തിയിട്ട് പിന്നീട് മന്ത്രിയും സ്പീക്കറും ഒക്കെ M. വിജയകുമാർ എന്ന DYFIയുടെ നേതാവായിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ കിടന്നു വിജയകുമാർ ആ സമരത്തിൽ പങ്കെടുത്തതിന്. ഈ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് കിടന്നതെന്ന് അറിയുമോ ആർക്കെങ്കിലും? മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്ത് മരണാസന്നനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ M. വിജയകുമാർ കിടന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് DYFI. അപ്പോൾ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അവകാശ സമരങ്ങളും നടത്തും. പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങായി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കും, വീട് നിർമ്മിച്ചു കൊടുക്കും, ഇത്തരത്തിലുള്ള രക്തദാനം. പിന്നെ കോവിഡിൻ്റെ നാളുകളിൽ ആളുകൾ കോവിഡ് വന്ന് ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കുന്ന ജോലി ഏറ്റെടുക്കാൻ ആളുകൾ ഭയന്ന് നിന്നപ്പോൾ കേരളത്തിലുടനീളം DYFI പ്രവർത്തകരാണത് നിർവഹിച്ചത്. എനിക്ക് സ്വന്തം അനുഭവമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള ബെറ്റിയുടെ അനിയൻ പോള് മരിച്ചു, കോവിഡ് ബാധിച്ചു തൃശ്ശൂരിൽ. ഞങ്ങളപ്പോൾ അവിടെ ഉണ്ട്. DYFIയുടെ സഖാക്കളാണ് പോളിൻ്റെ സംസ്കാര ചടങ്ങിന് എല്ലാ ജോലികളും ചെയ്തത്. അപ്പോൾ DYFI കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. ഈ 9ാം വർഷം മെഡിക്കൽ കോളേജിലെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ 9ാം വർഷം നാം എല്ലാം ആഘോഷിക്കേണ്ടതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിഭജനങ്ങൾക്കുമെതിരാണിത്. ഏത് മതത്തിലോ ജാതിയിലോ പെട്ട ആളിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ഈ പൊതിച്ചോറെന്നറിയാതാണ് ഇവരെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്. എത്ര മനോഹരമായൊരു നിമിഷമാണ്. ആശുപത്രിയിൽ എപ്പോഴും നടക്കാറുണ്ട് രക്തദാനം. ജാതിയോ മതവും നോക്കിയിട്ടാണോ രക്തം സ്വീകരിക്കുന്നത്? ഇന്നലെ കൊല്ലത്ത് ഞാൻ പോയപ്പോൾ അവിടെ മോഹനചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നൊരു ഡോക്ടർ അപകട മരണത്തിൽപ്പെട്ടു, മസ്തിഷ്ക മരണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം, നേത്രപടലങ്ങൾ, കാഴ്ചയ്ക്ക് ബാക്കി ശരീര അവയവങ്ങൾ മുഴുവൻ അദ്ദേഹം സംഭാവന ചെയ്തു. ഈ അവയവദാനം സംഭാവന ആ രംഗത്തും രക്തദാനത്തെ പോലെ DYFI പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ അനുമോദനം അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു.